മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പോലീസാണെങ്കിൽ രോഹിത്തിനെ ബാലേന്ദ്രൻ്റെ മുന്നിലിട്ട് അടിക്കണം. അപ്പം ബാലേന്ദ്രൻ പറയാണ്, സാർ ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം എന്ന് പറയാണ്. അപ്പം SI ഭയങ്കര ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. താനൊരു തന്തയല്ലേടോ, തൻ്റെ മോനെ അടിച്ചപ്പോൾ തനിക്ക് നൊന്തോ? ഇതേപോലെ ഒരു പെൺകുട്ടിയാണ് ഇവന്മാരെല്ലാം കൂടെ പിച്ചി ചീന്തി എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വളരെ മോശമായി SI സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ബാലേന്ദ്രന് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഈ നിൽക്കുന്ന പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല, +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതിനെയാണ് ഇവന്മാരെല്ലാവരും കൂടെ മയക്കുമരുന്ന് കൊടുത്ത് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചീന്തിയെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര സങ്കടം കാരണം കേട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അലീനയും കൃഷ്ണമോളൊക്കെ അങ്ങ് കരയാണ്. ഭവതിയാണെങ്കിൽ നേരെ അങ്ങ് മുറിയിൽ കയറി കതകടക്കുകയാണ്. അപ്പം രോഹിത്ത് പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ആഹാ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അവന്മാരെയും കൂടെ വിളിച്ചോണ്ട് വരാൻ SI പറയാണ്. അങ്ങനെ ബാക്കിയുള്ള പോലീസ് ഇരിക്കുന്ന ഹരിയും കൂട്ടുകാരെയും പിടിച്ചോണ്ട് വരികയാണ്. ഹരിയാണെങ്കിൽ ബാക്കിലോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന കാണുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഞെട്ടുകയാണ്, അലീനയും ഞെട്ടുകയാണ്. അങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഹരിയെ എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ SI പറയാണ്, ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറയാണ്. ത്തിനടുത്ത് പറയാണ്, ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ നിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമാവും, പിന്നെ നീയൊന്നും പുറം ലോകം കാണത്തില്ല എന്ന് പറയാണ്. രോഹിത്ത് ഇങ്ങനെ പൊട്ടി കരയാണ്. ഈ സമയത്താണ് ഇവന്മാരെയും കൊണ്ടുവരുന്നത്. SI ആണെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് നിരത്തി നിർത്തിയാണ്. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് പറയാണ്, ഈ നിൽക്കുന്ന 4 എണ്ണം കൂടെ ചേർന്നാണ് ആ കുട്ടിയെ ആ പരുവത്തിലാക്കിയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീന സങ്കടത്തോടെ ഇങ്ങനെ കരയുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ ഇതൊന്നും കേട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഈ കൂട്ടത്തിൽ ഇവനാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്നും പറഞ്ഞ ഹരിയെ പിടിച്ച് നിർത്തിയാണ്. ഇവനാണ് ഇതിൻ്റെ എല്ലാം ബുദ്ധി. ഇവൻ കാമുകനായി നടിച്ച് ആ കുട്ടിയെ അവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് വെള്ളത്തിലാണെങ്കിൽ മയക്കുമരുന്ന് കൊടുത്ത് നനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവൻ അവിടെ കൊണ്ടുവന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ ഞെട്ടുകയാണ്. അലീനയ്ക്കാണെങ്കിൽ അവനെ ഒരു ഭയങ്കര പുച്ഛം. SI ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്, അങ്ങനൊരു ഫംഗ്ഷൻ പോലും അവിടെ ഇല്ലായിരുന്നു. ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് അതിന് മയക്കുമരുന്ന് നൽകി അവിടെ കൊണ്ടുവന്നതാണ്. അത്രയ്ക്കും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് അവന്മാർ ആ ഗെയിം ചെയ്തതെന്ന് SI ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്. രോഹിത്താണെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ്റെ മുന്നിലിട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പോലീസ് SI പറയാണ്, ഇവന്മാരെ പിടിച്ചോണ്ട് പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ പിടിച്ച് വലിച്ച് അയച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നാലും എതിർക്കാനോ ഒന്നും മിണ്ടാതെ ബാലേന്ദ്രൻ അങ്ങനെ നിൽക്കുകയാണ്. പിടിച്ചോണ്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക് അലീനയും കൃഷ്ണമോളും ഓടി പുറകെ വരുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് ഓടി പുറകെ വരുന്നുണ്ട്. ഈ സമയത്ത് രോഹിത്തിനെ പിടിച്ചകത്ത് കയറ്റുന്നുണ്ട്. രോഹിത്താണെങ്കിൽ പൊട്ടി കരയാണ്. ഹരിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഹരി അവിടെ ഇരിക്കുന്നുണ്ട്. പോലീസാണെങ്കിൽ എല്ലാവരെയും കൊണ്ട് പോവുകയാണ്. സമയത്താണെങ്കിൽ ബാലേന്ദ്രനാണെങ്കിൽ ഇതൊന്നും താങ്ങാൻ വയ്യാതെ വീണ്ടും നെഞ്ചുവേദന വരികയാണ്. ഇത് കണ്ട അലീനയും കൃഷ്ണമോളും ഓടി വന്ന് ബാലേന്ദ്രനെ പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കണ്ണുറക്കാച്ച എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലീന ബഹളം വെക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അവിടെ കിടക്കുകയാണ്. അപ്പം അലീന പറയാണ്, ഞാൻ പോയി മരുന്നെടുത്തുകൊണ്ട് വരാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീന വെപ്രാളം പിടിച്ച് മുകളിലോട്ട് ഓടുകയാണ്. മോളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഓടി മുകളിലോട്ട് പോവുകയാണ്. ഓടുന്ന ഇടയ്ക്ക് അലീന കാല് തട്ടി വീഴുന്നുണ്ട്. അങ്ങനെ ഓടി ബാലേന്ദ്രൻ്റെ മുറിയിൽ വന്ന് മരുന്നൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും കാണുന്നില്ല. അവസാനം മരുന്ന് കിട്ടി, അത് എടുത്തുകൊണ്ട് താഴെ വന്ന് എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. അലീന പറയാണ്, അച്ഛനെ ഇനി ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ആംബുലൻസ് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് എത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ബാലേന്ദ്രനെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടെ അലീനയും കൃഷ്ണമോളും ഒക്കെ കയറുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ അകപ്പാടെ വെപ്രാളം, അച്ഛനെന്തെങ്കിലും സംഭവിക്കുമോ. അങ്ങനെ അലീനയും കൃഷ്ണമോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രോഹിത്തിൻ്റെ വിധിയിൽ മനസ്സ് തകർന്ന ബാലേന്ദ്രൻ വീണ്ടും അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലാവുന്നുണ്ട്. അതുപോലെ രോഹിത്തിനെയും പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്.